ഹലോ. സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ. മാജിക് മോർണിംഗ് ഡിയേഴ്സ്. ബിമാജിക്കിന്റെ 2108 സൂം മീറ്റിലേക്ക് ബിമാജിക് ഫാമിലിയിലെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ബിയോണ്ട് സിസോൺ എന്ന ടോപ്പിക്കിനെ സംബന്ധിച്ച് JCI സോൺ ട്രെയിനർ, ഹെയിൽ ഇൻ ഹാർട്ടി ദ വെൽനസ് ക്ലിനിക് ആൻഡ് ഹാലോ എൻ ഹ്യൂസ് ദ ബ്യൂട്ടിക് എന്നിവയുടെ ഫൗണ്ടർ കൂടിയായ ഡോക്ടർ സ്വീറ്റി രാജീവ് മാം ആണ് ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്നത്. സോ വെൽക്കം സ്വീറ്റി മാം. മാം, മ്യൂട്ട് ചെയ്തിട്ടില്ല മാം. ഹലോ. വെൽക്കം മാം. ഹലോ. ഹലോ, കേൾക്കുന്നുണ്ട് മാം. കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. എന്നെ കേൾക്കാമോ? I can't hear you. വെൽക്കം മാം. കേൾക്കാം. ഓക്കെ, ബിക്കോസ് എനിക്ക് നിങ്ങളുടെ ഒച്ച സൗണ്ട് കേൾക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എനിവേ, താങ്ക് യു എന്നെ ഈ ഒരു ഫോറത്തിലേക്ക് വിളിച്ചത്. എനിവേ, വെരി ഗുഡ് സ്റ്റാർട്ട്. ഒരു നല്ലൊരു മെഡിറ്റേഷൻ ഒക്കെ ആയിട്ട് ഐ അണ്ടർസ്റ്റാൻഡ് ദറ്റ് നിങ്ങളെല്ലാവരും ഇത് എല്ലാ ദിവസവും ചെയ്യുന്നതാണ്. എ വെരി ഗുഡ് മോർണിംഗ് ടു യു ആൾ. ഞാൻ ഇന്ന് തന്നൊരു ടോപ്പിക്, എനിക്കൊരു 15 to 20 മിനിറ്റ്സ് ആണ് തന്നേക്കുന്നത്. എനിക്ക് തന്നേക്കുന്ന ടോപ്പിക്, അല്ലെങ്കിൽ ഞാൻ ചൂസ് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് ബിയോണ്ട് ദ സീ സോൺ ആണ്. ഈ സീ എന്താണ് എന്നെല്ലാവരും, ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു ഹാവ് ആസ്ഡ് ഈ സീ സോൺ എന്താണ് എന്നുള്ളത് എത്ര പേര് ചോദിച്ചു എന്ന് എനിക്കറിയില്ല. സീ സോൺ എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് കംഫർട്ട് സോൺ ആണ്. നമ്മൾ ഏത് ഏജിലും, വിച്ച് എവർ ബി ദ ഏജ്, നമ്മൾ ചെറിയ കുട്ടികൾ തൊട്ട് പ്രായമുള്ളവർ വരെ എപ്പോഴും നമ്മളുടെ ഒരു കംഫർട്ട് സോണിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. കാരണം കംഫർട്ട് സോൺ എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ്സ് വെരി സിമ്പിൾ. നമ്മളുടെ നമ്മൾ മെന്റലി ആയിക്കോട്ടെ, നമ്മൾ ഏറ്റവും സേഫ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു സോണാണ് ശരിക്കും പറഞ്ഞാൽ കംഫർട്ട് സോൺ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ഫാമിലീൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ആൾക്കാരുടെ ഇടയിൽ വി ആർ ഇൻ കൺട്രോൾ ഓഫ് അവർ സെൽഫ്സ്. അങ്ങനത്തെ ഒരു സോണാണ് ശരിക്കും കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. ഒരു സ്പേസ് നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഒരു ബുദ്ധിമുട്ടും, അല്ലെങ്കിൽ നമ്മളുടെ സ്വന്തം എന്താ പറയാ, മദേഴ്സ് വൂമ്പിൽ നിൽക്കുന്ന പോലെ നിൽക്കുന്ന ഒരു സ്പേസ് ആണ് എപ്പോഴും കംഫർട്ട് സോൺ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം പലർക്കും അതിൽ നിന്ന് പുറത്തു വരാൻ വലിയൊരു എന്താ പറയുക ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ വലിയൊരു ഒരു റിസ്കോ എടുക്കില്ല. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു കംഫർട്ട് സോൺ എന്നുള്ളത് എന്താന്നുള്ളത് റിയലൈസ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നത്. അപ്പം ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ കൈ ഇങ്ങനെ വെക്കുന്നു, അതായത് ഒരു പ്രെയർ ഫോമിൽ നമ്മൾ വെക്കുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇത് നമ്മൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അതേ സാധനം നമ്മൾ തിരിച്ചു വെച്ച് നോക്കുകയാണെങ്കിൽ, അതായത് നേരെ തിരിച്ചിങ്ങനെ വെക്കുകയാണെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് അല്ലെ? നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇത്രയേ ഉള്ളൂ നമ്മളെ കംഫർട്ട് സോൺ. ഇത് നമ്മുടെ കംഫർട്ട് സോൺ. അതിൽ നിന്ന് പുറത്തേക്ക് കിടക്കുക എന്ന് പറയുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്, ചെയ്യാൻ പറ്റായികയില്ല, പക്ഷെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ പലപ്പോഴും എന്തിനപ്പോ ഈ ബുദ്ധിമുട്ട് എടുക്കണേ എന്ന് നമ്മൾ ആലോചിക്കാറുണ്ട്. പക്ഷെ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു സാധനം എന്ന് വെച്ചാൽ, നമ്മൾ ആ കംഫർട്ട് സോൺ അല്ലെങ്കിൽ ആ കൊക്കോണിന് പുറത്തിറങ്ങുമ്പോഴാണ് ശരിക്കും നമുക്ക് പുതിയ പുതിയ കുറെ കാര്യങ്ങൾ അറിയാം, പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത്. നമ്മൾ അതിൽ നിന്ന് പുറത്ത് വന്നാൽ മാത്രമേ നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളുടെ സക്സസ് എന്ന് പറയുന്നത്
ഈ കംഫർട്ട് സോണിന് പുറത്തേക്ക് വരുമ്പോഴാണെന്നും നമ്മൾ എപ്പോഴും മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. കാരണം എന്നാൽ മാത്രമേ നമ്മൾ അതിനൊരു ഒരു സ്റ്റെപ്പെങ്കിലും നമ്മൾ വെഞ്ചർ ചെയ്യുള്ളൂ എന്നുള്ളതാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനൊരു ചെറിയൊരു ഇത് പറയാം. ലൈക്ക് നമ്മൾ ഈ ഒരു കംഫർട്ട് സോണിന് പുറത്ത് വരാൻ എത്ര പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ടാവും? റെയർലി അല്ലേ, സംടൈംസ്. അല്ലെങ്കിൽ ചിലപ്പം നമ്മള് എവറി ഡേ ചിലപ്പോൾ ശ്രമിക്കുന്നുണ്ടാവും, പക്ഷെ ആ സ്റ്റെപ്പ് വെക്കുമ്പോ തന്നെ എന്തിനാ അപ്പം ഇതിന്റെ ആവശ്യമുണ്ടോ, ഞാനിപ്പം ഐ എം ഓക്കെ വിത്ത് മൈ ലൈഫ് എന്ന് നമ്മൾ ചിലപ്പം ചിന്തിക്കും. അതിന്റെ കാരണം എന്തായിരിക്കും? ചിലപ്പം നമ്മള് അതൊരു ഫെയിലിയർ ആവും എന്നുള്ളതായിരിക്കും. ഇപ്പൊ നമ്മളൊരു ബിസിനസ് ചെയ്യാൻ തന്നെ വിചാരിക്കുമ്പോൾ നമുക്ക് ആദ്യം വരുന്ന തോട്ട് എന്താ? വേണോ? ഞാനിപ്പോ വലിയ കുഴപ്പമില്ലാതെ എനിക്ക് കിട്ടാവുന്നത് കൊണ്ടൊക്കെ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരുന്നാൽ പോരെ? ഒരു ചെറിയൊരു ഫിയർ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആവാം. ഇത് ഞാൻ ചെയ്താൽ ശരിയാവും എന്നൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ട്. ഇനി ആൾക്കാരെന്ത് പറയും, ഞാൻ ഒരു ജോലി വിട്ട് എന്റെ ഒരു ബിസിനസ് ഒക്കെ തുടങ്ങണോ? അങ്ങനെയൊക്കെ ചിലപ്പോൾ നമുക്കൊരു ചിന്ത വരുമായിരിക്കും. പക്ഷെ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്തു എന്ന് തോന്നുന്നത് ഭയങ്കരമായിട്ട് തോന്നുന്നത് എപ്പോഴാണ്? നമ്മളൊരു റിസ്ക് എടുക്കുമ്പോഴായിരിക്കും, അല്ലെ? നമ്മള് സംതിങ്, അതായത് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് തോന്നി നമ്മൾ ട്രൈ ചെയ്ത് മുമ്പോട്ട് പോകും. അത് ചിലപ്പോൾ കരിയറിലാവാം, ചിലപ്പോൾ നമ്മൾ റിലേഷൻഷിപ്സിലാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ പേഴ്സണൽ ഗ്രോത്തിലാവാം. എന്തിലാണെങ്കിലും നമ്മളൊരു റിസ്ക് എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും, നമുക്ക് ഡ്രസ്സ്, ഇപ്പം ഞാൻ ഭയങ്കര ഏറ്റവും മെന്റലി നമ്മൾ ഭയങ്കര എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, അതായത് നമ്മൾ സ്ട്രെസ് റിലീവ് ചെയ്യാൻ ഞാൻ ചെയ്യുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൈ കൊണ്ട് തുന്നാൻ. അപ്പം നമ്മൾ കൈ കൊണ്ട് തുന്നുമ്പം നമുക്ക് എന്താ പറയാ, കുറച്ച് എഫേർട്ട് ഇടണം. ഒരു മെഷീനിൽ തുന്നുന്നതും കൈ കൊണ്ട് തുന്നുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമാണ്. നമ്മൾ കൈ കൊണ്ട് തുന്നുമ്പോൾ കുറച്ചും കൂടി എഫേർട്ട് ഇട്ട് നമ്മളത് കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം നമ്മൾ ചെയ്യാൻ. എനിക്ക് പണ്ട് തൊട്ടേ ഞാൻ പഠിക്കുന്ന സമയത്ത് പോലും സ്ട്രെസ് വരുന്ന സമയത്ത് ഞാൻ ചെയ്യുന്നത്, എന്തെങ്കിലും ഒരു പീസ് ഓഫ് ക്ലോത്ത്, അത് ചിലപ്പോൾ ഒരു സാരി ആയിരിക്കാം, അതെടുത്ത് ഒന്ന് തുന്നും. എന്നുവെച്ചാൽ ആ മേ ബി ഒരു 3 or 4 hours അതൊരു ഉടുപ്പായിരിക്കാം, അല്ലെങ്കിൽ ഒരു ടോപ്പ് ആയിരിക്കാം, എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൺവേർട്ട് ആവും. സംഭവം ഇത്രയേ ഉള്ളൂ. എന്റെ സ്ട്രെസ് ഞാൻ മാനേജ് ചെയ്യാൻ ഞാൻ ഒരു തുണി മുറിച്ചു, അത് എങ്ങനെയൊക്കെയോ കൈകൊണ്ട് തുന്നി, അത് ഞാനൊരു 3 മണിക്കൂർ കഴിഞ്ഞ് അത് എന്റെ മേലിട്ട് കഴിയുമ്പോൾ എനിക്ക് എന്തൊരു സന്തോഷാന്നറിയോ? ബിക്കോസ് ഐ ഹവ് ടേക്കൺ എ റിസ്ക്. ആ തുണി മുറിച്ച് ഒന്നും അല്ലാതായി പോയാൽ നത്തിങ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ. ഞാനത് ചെയ്തത് എന്തിനാ? എന്റെ സ്ട്രെസ് കുറയ്ക്കാനായിരിക്കും, അല്ലെങ്കിൽ എനിക്കൊരു മാറ്റം വരുത്താനായിരിക്കും. ഞാൻ എന്റെ കംഫർട്ട് സോണിലിരുന്ന് എന്താ പറയാ, ഇഫ് അറ്റ് ഓൾ ഐ ഹാഡ് എ സ്ട്രെസ്, ഞാൻ ഒന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ എനിക്കൊന്നും നടക്കാൻ പോകുന്നില്ല. പക്ഷെ എന്റെ ലെവലിൽ നിന്ന് ഞാൻ വേറെ ഒന്ന് മാറി ചിന്തിച്ചു, ഒരു ചെറിയൊരു റിസ്ക് എടുത്തു. എന്റെ ഏതോ ഒരു നല്ല സാരി എടുത്ത് ഞാൻ മുറിച്ചു, ഞാൻ അതിൽ നിന്ന് ഒരു ഡ്രസ്സ് ഉണ്ടാക്കി ഇടുന്ന സമയത്ത് ഐ ടുക്ക് എ റിസ്ക്. ഞാനത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി ഞാൻ ചേഞ്ച്ഡ് പേഴ്സൺ, ബിക്കോസ് ഐ വാസ് കോൺസെൻട്രേറ്റിംഗ് ഓൺ വാട്ട് ഐ വാസ് ട്രൈങ് ടു ക്രിയേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ? ഞാൻ അങ്ങനെ തന്നെ ഇരുന്ന് അതിൽ നിന്നൊന്നും പുറത്തു വരാതെ എന്റെ സ്ട്രെസ് മാത്രം ആലോചിച്ചിരിക്കുകയാണെങ്കിൽ ആ ഒരു സ്ട്രെസ്സിന്ന് പോലും എനിക്ക് പുറത്തു വരാൻ പറ്റില്ല. കംഫർട്ട് സോൺ എന്ന് പറയുന്ന ഒരു ചെറിയ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിൽ നമ്മൾ ഒരു സ്റ്റെപ്പെങ്കിലും മുമ്പോട്ട് വെച്ച് ആ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ബ്യൂട്ടിഫുൾ സാധനം, അത് കാണാനുള്ള ഒരു സ്റ്റെപ്പ് നമ്മൾ മുമ്പോട്ട് എടുക്കുക എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ കംഫർട്ട് സോൺ. ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഒരു ചെറിയൊരു വട്ടം, ആ വട്ടമാണ് നമ്മളെ കംഫർട്ട് സോൺ. അതിന്റെ പുറത്തൊരു വട്ടം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ കംഫർട്ട് സോണിന് പുറത്തേക്ക് ഇറങ്ങുന്ന അതിന്റെ പുറത്ത് വരുന്ന വട്ടമാണ് ശരിക്കും നമ്മളുടെ ലേണിംഗ് സോൺ എന്ന് നമ്മൾ പറയാം. അതായത് നമ്മൾ ആ കംഫർട്ട് സോണിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കും. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് കട്ട് ചെയ്യാൻ അറിയുന്ന ഒരാളല്ല. എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയാം, പക്ഷെ അതൊരു ഭംഗിയിലൊരു ഉടുപ്പാക്കി മാറ്റാനൊന്നും അറിയുന്ന ഒരാളല്ല ഞാൻ. ഐ എം നോട്ട് എ ട്രേഡ് ടൈലർ, ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. പക്ഷെ എനിക്ക് എന്തോ ഒരു കാരണത്തിന് ഞാൻ ആ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് എടുത്തു. ആ പുറത്ത് വരുന്ന സമയത്ത് ഞാൻ അത് മുറിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു, ഞാൻ കുറച്ച് ക്രിയേറ്റീവ് ആവുന്നു, ഐ ലേൺ സംതിങ്. ഓക്കെ, നെക്സ്റ്റ് ടൈം മേ ബി കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ട് എനിക്ക് അത് ചെയ്യാൻ പറ്റിയെന്ന് വരും. ഞാൻ വേറെ എന്തോ ഒരു കാര്യത്തിനായിരിക്കാം ചിലപ്പോൾ അത് അറ്റംപ്റ്റ് ചെയ്ത്, ഐ ടുക്ക് എ റിസ്ക്, ബട്ട് അതിന്റെ ഒരു ബ്യൂട്ടിഫുൾ ഔട്ട് പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് എന്റെ ഒരു ഉടുപ്പായിരിക്കാം. ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. എനിക്ക് എന്തൊക്കെയോ കിട്ടിയതുപോലെയാണ് ഒരു ഫീലിംഗ്. അപ്പം ഐ ലേൺ എ ന്യൂ
തിങ് വെൻ ഐ ഗോ ഔട്ട് ഓഫ് മൈ കംഫർട്ട് സോൺ. ഇനി ഇതും കഴിഞ്ഞാൽ അതായത് ലേണിംഗ് സോൺ എന്ന് പറയും. അതായത് നമ്മൾ ഒരു കംഫർട്ട് സോൺ, അതിന്റെ പുറത്തുള്ള ഒരു വട്ടം എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെയോ പുതിയത് ലേൺ ചെയ്യുക അല്ലെങ്കിൽ പഠിക്കുകയാണ്. മേ ബി ഇറ്റ് ഇസ് ആക്സിഡന്റൽ, മേ ബി അതൊരു എന്താ പറയാ, നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അതിലേക്ക് പോകുന്നത്. ഇപ്പൊ ഒരു കരിയർ ഗ്രോത്ത്, ഞാൻ ഒരു പെർട്ടിക്കുലർ ലൈനിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, എനിക്ക് കുഴപ്പമില്ലാത്തൊരു ശമ്പളം കിട്ടുന്നുണ്ട്, പക്ഷെ എൻ്റെ ഉള്ളിൽ എന്തോ ഒരു പാഷൻ ഉണ്ട്, ഐ വോണ്ട് ടു സ്റ്റാർട്ട് എ ബിസിനസ്. ഞാൻ എന്നും എൻ്റെ ഒരു കംഫർട്ട് സോണിൽ എനിക്ക് കിട്ടുന്ന മേ ബി വോട്ട് എവർ 50,000 അല്ലെങ്കിൽ 30,000 വോട്ട് എവർ ശമ്പളം എനിക്ക് കിട്ടുന്നുണ്ട്, ഞാൻ അത് എന്നും അതിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ എൻ്റെ ലൈഫ് വിൽ ബി വെരി മൊണോട്ടണസ് അല്ലെ. ഞാൻ എന്നും രാവിലെ ഓഫീസിൽ പോകുന്നു, എൻ്റെ ശമ്പളം ഡെയിലി എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു, എൻ്റെ ശമ്പളം വാങ്ങിക്കുന്നു, മാസത്തില് അതിന്റെ ആ ഒരു 30,000 ഞാൻ ഒതുങ്ങുന്നു. പക്ഷെ ചിലപ്പം എനിക്ക് തോന്നുകയാണെങ്കിൽ ഓക്കെ ഇത് പോരാ, ഐ ഹാവ് ടു ചേഞ്ച് മൈ ലൈഫ് അല്ലെ. എനിക്ക് എന്തൊക്കെയോ ഒരു പാഷൻ, എനിക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് ഇടണം. അതിൽ ഒരുപാട് റിസ്ക് ഉണ്ട്. കാരണം ഒരു സ്ഥിരമായി കിട്ടുന്ന ഒരു ശമ്പളത്തിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടി ഞാൻ എഫേർട്ട് ഇട്ട് ഞാൻ ബിൽഡ് ചെയ്യേണ്ട ഒരു എംപയർ ഞാൻ ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ഞാൻ ഒരുപാട് തിങ്ക് ചെയ്യണം, ഞാൻ ഒരുപാട് ക്രിയേറ്റീവ് ആവണം, ഞാൻ ഒരുപാട് കാര്യങ്ങൾ അതിൽ ഇൻവോൾവ് ചെയ്യിക്കണം. ഐ കാൺ സ്റ്റേ ലൈക്ക് ഇതുവരെ ഉണ്ടായിരുന്ന പോലെയല്ല ഞാൻ ചെയ്തുകൊണ്ടിരുന്നായിരിക്കില്ല. എനിക്ക് ഒരുപാട് ചാലഞ്ചസ് വരുന്നുണ്ടാവും, ഞാൻ അതിനെ എങ്ങനെ ഫേസ് ചെയ്യണം ഞാൻ ആലോചിക്കണം. അപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്നെ ഒരു ലേണിംഗ് സോണിലേക്കാണ് കൊണ്ടുവന്നത്. അതായത് ഞാൻ കുറേ കാര്യങ്ങൾ ഇതുവരെ ചെയ്തതിൽ നിന്നും എന്തൊക്കെയോ പുതിയത് ഞാൻ പഠിക്കുകയാണ്. ഇനി ഇതിന്റെയും പുറത്താണ് എൻ്റെ, അതായത് കംഫർട്ട് സോൺ, അതിന്റെ പുറത്തുള്ള വട്ടം എന്ന് പറയുന്ന ലേണിംഗ് സോൺ, അതിന്റെയും പുറത്താണ് എന്ത് വരുന്നത്, എൻ്റെ ഗ്രോത്ത് സോൺ. അതായത് ഞാൻ ഈ ഓരോ ഒബ്സ്റ്റക്കിൾസും ഓരോ ചാലഞ്ചസും ഞാൻ ഫേസ് ചെയ്ത് എൻ്റെ കംഫർട്ട് സോണിന് പുറത്ത് വന്ന് ഞാൻ ഫേസ് ചെയ്യുമ്പോഴാണ് ഞാൻ ലേൺ ചെയ്യുന്നത്. ലേൺ ചെയ്ത് അതിൽ നിന്നുള്ള മിസ്റ്റേക്സ് ഞാൻ മുമ്പോട്ട് പോകുമ്പോഴാണ് ഞാൻ എന്താവുന്നത്, ഞാൻ എൻ്റെ എന്താ പറയാ, എൻ്റെ ഗ്രോത്ത് സോണിലേക്ക് പോകുന്നത്. അതായത് എൻ്റെ ടാലന്റ് ഞാൻ മുഴുവനായിട്ട് യൂസ് ചെയ്തു, അതിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പം ആക്ച്വലി ഞാൻ ഗ്രോ ചെയ്യായിരുന്നു, ഞാൻ ഒരുപാട് പഠിക്കുകയായിരുന്നു. എന്താണ് നമ്മൾ, ഇതിപ്പോ ഒരു എക്സാമ്പിൾ മാത്രമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മളെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് പുറത്തേക്ക് വരുമ്പോഴുള്ള ഗുണങ്ങൾ ആലോചിച്ചാൽ മതി. ഇപ്പം നമുക്ക് അതിൽ ഒരുപാട് പേഴ്സണൽ ഗ്രോത്ത് ഉണ്ട്. അതായത് നമ്മൾ കുറെ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു, പുതിയ സ്കിൽസ് ചിലപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും. നമ്മളെ തന്നെ ഒരു വേറെ രീതിയിൽ ഷേപ്പ് ചെയ്യാണ് ശരിക്കും പറഞ്ഞാൽ പേഴ്സണൽ ഗ്രോത്ത് നമുക്ക് ഉണ്ടാവുമ്പോൾ. ശരിക്കും കംഫർട്ട് സോണിന് പുറത്ത് വരുമ്പോൾ പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന സാധനം. പിന്നെ വരുന്നത് നമ്മളുടെ മെന്റൽ ഫ്ലെക്സിബിലിറ്റി നമുക്കുണ്ടാവും. കാരണം നമ്മളെപ്പോഴും നമ്മളെ ബ്രെയിനിന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലാണ്ട് ഒരേ മൊണോട്ടണസ് ഫോമിലേക്ക് പോവാതെ അതിനെ എപ്പോഴും നമ്മൾ ക്രിയേറ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുകയോ ചെയ്യുമ്പം ആക്ച്വലി യുവർ ബ്രെയിൻ സ്റ്റേസ് ഫ്രഷ്. അത് ഏത് പ്രായത്തിലും നമുക്ക് ശരിക്കും ഇപ്പം നമ്മൾ ബീങ് ഫ്രം എ മെഡിക്കൽ സൈഡ് ഞാൻ എപ്പോഴും പറയും, മെന്റൽ സ്റ്റേറ്റ് നമ്മൾ ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ഗിവ് യുവർ ബ്രെയിൻ എ ലോട്ട് ഓഫ് വർക്ക്. അപ്പൊ നമ്മൾ ആ കംഫർട്ട് സോണിന് പുറത്ത് വരുമ്പോൾ മാത്രമേ നമ്മൾ പലതും എന്താ പറയാ ഒന്ന് ട്രൈ ചെയ്യാനും മുമ്പോട്ടേക്ക് പോകാനും നമ്മൾ ശ്രമിക്കുകയുള്ളൂ. ഇറ്റ് ഗിവ്സ് എ ലോട്ട് ഓഫ് മെന്റൽ ഫ്ലെക്സിബിലിറ്റി. പിന്നെയുള്ളത്, നമ്മൾ അറിയാതെ ചിലപ്പോൾ നമ്മളുടെ ഉള്ളിൽ കിടന്നിരുന്ന ഒരുപാട് പൊട്ടൻഷ്യൽ അല്ലെ, ഒരുപാട് നമ്മുടെ കഴിവുകൾ നമുക്ക് ആ കംഫർട്ട് സോണിന് പുറത്ത് വരുമ്പോൾ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മേ ബി നമ്മൾ ഇതുവരെ ചെയ്തതിൽ നിന്ന് എത്രയോ ബെറ്റർ ആവാൻ നമുക്ക് ചിലപ്പം ആ ഒരു കംഫർട്ട് സോണിന് പുറത്ത് വരുമ്പോൾ നമുക്ക് പറ്റും. അല്ലെങ്കിൽ നമ്മളെ പൊട്ടൻഷ്യൽ ഹിഡൻ ആയിട്ട് കിടന്ന കുറെ നല്ല കാര്യങ്ങൾ നമുക്ക് ചിലപ്പം അറിയാൻ പറ്റുമായിരിക്കും. അനദർ വൺ മോർ ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ്, നമുക്ക് കരിയറിൽ അഡ്വാൻസ് ചെയ്യണമെങ്കിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ മൈ സൺ ഇസ് വർക്കിംഗ് ഫോർ നീൽസൺ, ഒരു എഡിറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം പുള്ളി ആദ്യം തുടങ്ങുന്നത് ഇറ്റ് ഇസ് ലൈക്ക് കുറെ കറക്ഷൻസും റിസർച്ച് ചെയ്യാന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. റിസർച്ചിൽ ഇറ്റ്സ് ഓൺലി ഹിസ് ജോബ് വാസ് ഓൺലി ടു കറക്റ്റ്, അതെന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കൊടുത്ത ഡാറ്റ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യൽ മാത്രമായിരുന്നു പുള്ളിയുടെ പണി. അതായത് ഡിഗ്രി UG കഴിഞ്ഞ ഉടനെ കയറി വെറുതെ കിട്ടിയൊരു ജോബാണ് സത്യം പറഞ്ഞാൽ. റിസൾട്ട് വരുന്നതിന് മുമ്പേ കിട്ടിയൊരു ജോബ്. ഹി സ്റ്റാർട്ടഡ് ഡൂയിങ് ഇറ്റ്, പക്ഷേ ഹി സ്റ്റാർട്ടഡ് എൻജോയിങ് ഇറ്റ്. അപ്പം പുള്ളി വിചാരിച്ചെന്താ വെച്ചാൽ നമ്മൾ ആ ഒരു ചെറിയ വയസ്സിൽ നമ്മൾ ആലോചിക്കുമ്പോൾ എന്താ, അത് തന്നെ നമുക്കൊരു വലിയ ജോലിയാണ്. ആൻഡ് ഹീസ് എ പേഴ്സൺ ഹു ഡസ് നോട്ട് ലൈക്ക് ടു ടേക്ക് എനി റിസ്ക്. എനിക്കൊരു ജോലി കിട്ടി, ഐ എം ഹാപ്പി. കിട്ടിയ ജോബിൽ ഇപ്പൊ അവർക്ക് ആവശ്യങ്ങളില്ല.
അപ്പം അവർ ആ ചെറിയ ജോബിൽ ഹീസ് ഡൂയിങ് സംതിങ് എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. അപ്പം മെല്ലെ മെല്ലെ കരിയറിൽ കുറെ ആൾക്കാരെ പരിചയപ്പെട്ട് കുറെ ആൾക്കാർ പലതും ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഹി വാണ്ടഡ് ടു ലേൺ. അപ്പം പി ജി വരെ കംപ്ലീറ്റ് ചെയ്ത ആള് പിന്നെ സ്ലോലി സ്റ്റാർട്ടഡ് ഫൈൻഡിങ് ഔട്ട് വേർ ഐ ക്യാൻ ഡു സംതിങ് ബെറ്റർ. അങ്ങനെ പുള്ളി IBMന്റെ ഒരു പ്രോജക്ട് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്, വിച്ച് ഇസ് ലൈക്ക് ഇന്നത്തെ കാലത്ത് നമുക്ക് സ്കിൽ ഡെവലപ്മെന്റ്സ് ആണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പൊ പുള്ളി ഇപ്പൊ ആ കോഴ്സ് ചെയ്തു. ഞാനിങ്ങനെ മനസ്സിലാലോചിക്കായിരുന്നു 18,000 രൂപ കൊടുത്തിട്ടാണ് അതിന്റെ എക്സാം എഴുതേണ്ടത്. ഒരിക്കലും ഐ നെവർ തോട്ട് ദാറ്റ് മൈ സൺ വുഡ് ട്രൈ സംതിങ് ലൈക്ക് ദാറ്റ്. കാരണം ആളൊരു ഇത്തിരി കാശൊക്കെ ചെലവാക്കുമ്പോൾ ആലോചിച്ച് ചെലവാക്കുന്നതാണ്. 18,000 രൂപ ചെലവാക്കുക എന്ന് പറയുമ്പം ആളുടെ ഒരു ബേസിക് സ്വഭാവം വെച്ച് ഹി വിൽ തിങ്ക് ട്വൈസ്. നമ്മള് ഐ ഡോണ്ട് നോ ആ ഒരു സ്വഭാവം അവൻ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അവന്റെ പൈസ ചെലവാക്കുക എന്ന് പറയുന്നതൊക്കെ അവൻ ഭയങ്കര കാൽക്കുലേറ്റീവ് ആയിട്ട് ചെലവാക്കുന്ന ഒരാളാണ്. ആൻഡ് ഐ നെവർ തോട്ട് ഒതുങ്ങിയിരിക്കുന്ന ഒരു ടൈപ്പാണ്. അപ്പം ഇപ്പൊ ഈ പ്രോജക്ട് മാനേജ്മെന്റ് ഐ ആസ്ക്ഡ് ഹിം വൈ ഡിഡ് യു ഡു യുവർ പ്രോജക്ട് മാനേജ്മെന്റ് വൈ ഡിഡ് യു വാണ്ട് ടു സ്പെൻഡ് 18,000 ഫോർ എ സിംഗിൾ എക്സാം. അപ്പൊ അവൻ പറഞ്ഞു, അമ്മ ഇനി നമുക്ക് വേണ്ടത് സ്കിൽ ഡെവലപ്മെന്റ് ആണെന്ന് എനിക്ക് when I am working with a team of people I have understood. അപ്പം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇനി അങ്ങോട്ട് ഏത് കമ്പനി, ഈവൻ ഇഫ് യു ആർ എൻ എഞ്ചിനീയർ, ഇഫ് യു ആർ എ ഡോക്ടർ, വട്ട് എവർ പ്രൊഫഷൻ യു ആർ, അതിൽ ഒരു പടി മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രോജക്ട് മാനേജ്മെന്റ് അറിയണം. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പം നമ്മളുടെ ജോബിന്റെ ഒരു ലെവൽ ഒന്ന് മാറുന്നു പറഞ്ഞു. ഇപ്പം അവന്റെ കമ്പനിയിൽ ഹീസ് ഡൂയിങ് ഹിസ് ജോബ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഈ പ്രോജക്ട് മാനേജ്മെന്റ് പഠിച്ചു എന്ന് അറിഞ്ഞപ്പം അവന്റെ സീനിയേഴ്സ് അവനോട് പറഞ്ഞു, കെൻ യു ഡു ക്ലാസ്സസ് ഫോർ അസ്. അപ്പൊ അവന് ഇങ്ങനെ ഒരു പബ്ലിക് ഡൊമൈനിൽ ക്ലാസ് എടുക്കുക എന്നൊക്കെ പറയുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സാധനമാണ്. ഹി ഈസ് ആക്ച്വലി പ്രിപ്പയറിംഗ് ടു ടീച്ച് ഹിസ് കമ്പനിയിൽ മോർ ദാൻ അറൌണ്ട് ഇവന്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന മോർ ദാൻ അറൌണ്ട് 300 പീപ്പിൾ ഉണ്ട്. അവരെ ഈവൻ ഇഫ് ഇറ്റ് ഇസ് എൻ ഓൺലൈൻ പ്ലാറ്റ്ഫോം അവൻ അഡ്രസ് ചെയ്യാന്ന് പറയുമ്പം അവൻ എടുക്കുന്ന ഒരു റിസ്ക്, അവൻ എടുക്കുന്ന ഒരു ചാലഞ്ച്, മേ ബി അവന്റെ സീനിയേഴ്സ് കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് അവന് കൂടുകയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം what I'm trying to tell is അത് അവനെ കരിയർ അഡ്വാൻസ്മെന്റ്, because they have already put him into this thing like okay next we can give him something like ഒരു ഗ്രൂപ്പിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഹീസ് ഹാർഡ്ലി 25 years, ബട്ട് അവന് കിട്ടുന്ന ഒരു എക്സ്പോഷർ ഇസ് ഡിഫറെന്റ് ബിക്കോസ് ഹി ട്രൈഡ് ടു കം ഔട്ട് ഓഫ് ഹിസ് കംഫർട്ട് സോൺ. ഹി ട്രൈഡ് സംതിങ് ഡിഫറെന്റ് ഫ്രം വാട്ട് ഹി വാസ് ഡൂയിങ്. അപ്പം അതൊക്കെ നമുക്ക് നമ്മളുടെ കരിയർ, അവൻ അടങ്ങിയിരുന്ന് എനിക്ക് ആ കിട്ടിയ പൈസയും കൊണ്ട് ഞാൻ ഹാപ്പിയാണ് എന്ന് വിചാരിക്കുകയാണ്, ഒരിക്കലും അങ്ങനെ ഒരു സ്റ്റെപ്പിലേക്ക് അവൻ കയറില്ല. അത് ഏത് പ്രായത്തിലും നമ്മൾ എൻകറേജ് ചെയ്യണ്ട. മേ ബി നമുക്ക് മിസ്റ്റേക്സ് സംഭവിക്കാം, മേ ബി നമ്മൾ തോറ്റെന്ന് വരും, ബട്ട് സ്റ്റിൽ നമ്മൾ ട്രൈ ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കാതെ നമുക്കത് നടക്കില്ല. നമ്മൾ ആ റിസ്ക് എടുക്കാതെ നമുക്ക് പുതിയത് ട്രൈ ചെയ്യാൻ പറ്റില്ല. ഇതേപോലെ തന്നെ ഇപ്പൊ ഈ മോന്റെ എക്സാമ്പിൾ തന്നെ പറയുകയാണെങ്കിൽ അവൻ അവന്റെ പണിയെടുക്കുന്നു. അവൻ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ പോലും ഒരു രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാത്ത ഒരാളാണ്. ബട്ട് നൗ ഹി ഹാസ് ബിൽഡ് റിലേഷൻഷിപ്സ്. കാരണം ഒരുപാട് ആൾക്കാരെ പരിചയപ്പെട്ടു. ബിക്കോസ് ഹീസ് കം ഔട്ട് ഓഫ് ഹിസ് കംഫർട്ട് സോൺ, ഹി ഹാസ് ആക്ച്വലി ഗോൺ ഫോർവേഡ്. അപ്പൊ ഒരുപാട് പേര് ഇപ്പൊ അവനെ ഓഫ്ലൈൻ ആയിട്ട് തന്നെ വിളിക്കാൻ തുടങ്ങി, വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് യു ഹാവ് ലേൺഡ്. അപ്പം വാട്ട് ഹാപ്പൻഡ് ഇസ് അവൻ he's become a person who's being approached by many people. He started building new relationships. പിന്നെ നമുക്കൊരു പേടി ഉണ്ടായിരുന്നു, ഞാൻ എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ എന്നുള്ളത്. അപ്പം നമ്മളെ ഫിയർ ഒരുപാട് ഓവർ ടൈം നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെയുള്ളത് നമുക്ക് അച്ചീവ്മെന്റ് അല്ലെങ്കിൽ നമുക്കൊരു ഫുൾഫിൽമെന്റ് ഉണ്ടാവും. ഇതൊക്കെ നമ്മളുടെ കംഫർട്ട് സോണിൽ നിന്ന് നമുക്ക് പുറത്തു വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഇനി ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇത്രയൊക്കെ ഞാൻ പറഞ്ഞു, ബെനിഫിറ്റ്സ് ഒക്കെ ഞാൻ പറഞ്ഞു. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. നമ്മള് ഒരു ചെടി ഇതിന്റെ ഉള്ളില് ഒരു വിത്തിന്റെ ഉള്ളിൽ നിൽക്കുകയാണെങ്കിൽ അതിലൊന്നും പുറത്ത് കാണാനില്ല അല്ലെ. അത് പൊട്ടി ഒരു ചെടിയായി വരുമ്പോൾ മാത്രമേ നമുക്ക് അതിനെ കാണാനും ഭംഗിയുള്ളൂ, അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടുന്നുള്ളൂ. സോ ആ വിത്ത് നമ്മൾ ആലോചിച്ചാൽ മതി, ആ ഒരു സീഡ് അതിന്റെ ആ ഷെല്ലിന്റെ ഉള്ളിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പനിങ്, നോബഡി ഈസ് ബെനിഫിറ്റിംഗ് ഫ്രം ഇറ്റ് അല്ലെ. അതിന്റെ കംഫർട്ട് സോൺ പൊട്ടിച്ച് ഒരു ചെടിയായി വരുമ്പോൾ നമുക്കൊരു പൂവ് കാണാൻ പറ്റും, അതിന്റെ ഒരു ഭംഗി കാണാൻ പറ്റുന്നുള്ളൂ. സെയിം തിങ് ആണ് നമ്മൾ കംഫർട്ട് സോണിന് പുറത്ത് വരുമ്പോൾ.
ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളുടെ അബ്ദുൽ കലാം ആസാദ് സാറ്, പുള്ളി ഏത് രീതിയിൽ ജീവിച്ച ഒരു മനുഷ്യനാണ്. അയാൾക്ക് ഒരു സാധാരണ സ്ട്രീറ്റിൽ വളർന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ ഒരു കഴിവും ഒരു സാധാരണ എഡ്യൂക്കേഷൻ കിട്ടുന്ന കുട്ടിയിൽ ഇഫ് ഹി ക്യാൻ ബിക്കം ദ മിസൈൽ മാൻ ആൻഡ് ദ പ്രസിഡന്റ് ഓഫ് ദ കൺട്രി, ജസ്റ്റ് ഇമാജിൻ. അയാളും അയാളുടെ കംഫർട്ട് സോണിൽ ജീവിച്ചതാണെങ്കിൽ അയാൾ ആ ഒരു ലെവലിലേക്ക് എത്തുമായിരുന്നു? ഒരിക്കലും എത്താൻ പോകുന്നില്ല. MS ധോണി, നമ്മളുടെ ക്രിക്കറ്റ് പ്ലെയർ MS ധോണി, അയാൾക്ക് ഹി ഹാഡ് എന്താ പറയാ, ഒരു സാധാരണ ഒരു ലൈഫ് ലീഡ് ചെയ്യാൻ എല്ലാ വഴിയും ഉണ്ടായിരുന്നു അയക്ക്. പക്ഷേ ഹി ഡിഡ്ന്റ് ലിമിറ്റ് ഹിംസെൽഫ് ടു ദാറ്റ്. അല്ലെ, ക്രിക്കറ്റിലൊക്കെ വരിക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റിസ്ക് ദാറ്റ് ദേ ആർ ടേക്കിംഗ്. കാരണം എപ്പോ വേണമെങ്കിലും യു ക്യാൻ ബി ഔട്ട് ഓഫ് ഇറ്റ്. ഒരു ചെറിയ ഏജിലുള്ള റിട്ടയർമെന്റ് കിട്ടുന്ന ഒരു ജോലിയാന്ന് തന്നെ ഞാൻ പറയും ക്രിക്കറ്റിലൊക്കെ വരിക എന്ന് പറയും. പക്ഷേ ആ റിസ്ക് എടുത്തത് കൊണ്ട്, ജസ്റ്റ് ഇമാജിൻ MS ധോണി എന്തൊക്കെ ഉണ്ടാക്കി. ഒരു ഗവൺമെന്റ് ജോബ് അല്ലെങ്കിൽ ഒരു മൊണോട്ടണസ് ആയ ഒരു ജോബിൽ നിന്നിരുന്നെങ്കിൽ അയാളുടെ കഴിവ് പുറത്തു വരുമായിരുന്നു, അയാളെ നാലാൾ അറിയുമായിരുന്നു, അയാൾ ഇത്രയും വലിയൊരു ഫിഗർ ആവുമായിരുന്നോ? നത്തിങ് വുഡ് ഹാവ് ഹാപ്പൻഡ്. ഹി കെയിം ഔട്ട് ഓഫ് ഹിസ് കംഫർട്ട് സോൺ ടു ക്രിയേറ്റ് ഹിസ് ഇമേജ്. അതാണ് ആക്ച്വലി കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരുന്നത് കൊണ്ട് നമുക്കുള്ള ബെനിഫിറ്റ്സ് എന്ന് നമ്മൾ പറയാം. നമ്മൾ ഇപ്പൊ ജസ്റ്റ് ഒരു സെൽഫ് റിഫ്ലക്ഷൻ ചെയ്താൽ മതി. വാട്ട് ഇസ് ദ ബിഗ്ഗസ്റ്റ് ബെനിഫിറ്റ് യു വിൽ എക്സ്പെക്ട്? നമ്മൾ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരണം എന്ന് പറയുമ്പം നമ്മൾ ആലോചിച്ചാൽ മതി, നമുക്ക് കോൺഫിഡൻസ് ആണോ കിട്ടുന്നത്, നമുക്കൊരു പുതിയ ഓപ്പർച്യൂണിറ്റി ആണോ കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു ബെറ്റർ സ്കില്ലാണോ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു ഗ്രേറ്റർ സക്സസിലേക്കാണോ നമുക്ക് പോകാൻ പറ്റുന്നത്? ഇത്രയും ആലോചിച്ചാൽ മതി. ആൻഡ് ടേക്ക് എ സ്റ്റെപ്പ് ഫോർവേഡ്. അതായത് നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്ന് നമ്മൾ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എന്നുള്ളത് ആലോചിക്കുക. ട്രൈ ടു ഡു സംതിങ് ന്യൂ, ടേക്ക് ദ ചാലഞ്ച്, ബ്രേക്ക് ദ cocoon ആൻഡ് മൂവ് ഫോർവേഡ്. അപ്പോൾ മാത്രമേ നമ്മളുടെ ഉള്ളിൽ കിടക്കണ എന്തൊക്കെ പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഐ തിങ്ക് ഐ ഹവ് ടേക്കൺ അറൌണ്ട് 15 to 20 minutes now. ശരിക്ക് ഞാൻ എൻഡ് ചെയ്യുന്നത് ഇങ്ങനെ ഞാൻ പറയുള്ളൂ. കംഫർട്ട് എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ സേഫ് ആക്കി വെക്കുന്ന ഒരു സ്പേസ് ആണ് ശരിക്കും പറഞ്ഞാൽ, അല്ലെ? കറേജ് എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മൾ ഒരു റിസ്ക് എടുക്കുക, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഇറ്റ് മേക്സ് യു സ്ട്രോങ്. ഒരു കറേജ് എന്ന് പറയും. കറേജ് ആണ് ശരിക്കും നമ്മളെ സ്ട്രോങ് ആക്കുക. നമ്മൾ ആ കറേജ് എടുക്കുക, അല്ലെങ്കിൽ ആ കംഫർട്ട് സോണിന് പുറത്ത് വരിക, ഒരു കറേജ് കാണിക്കുക അതിന്. അപ്പോഴേ നമ്മൾ സ്ട്രോങ് ആവുന്നുള്ളൂ. ആൻഡ് ഗ്രോത്ത് ആക്ച്വലി ഹാപ്പൻസ് ഓൺലി ആഫ്റ്റർ ദാറ്റ്. ആൻഡ് വൺസ് ഗ്രോത്ത് നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറ്റ് മേക്സ് യു അൺസ്റ്റോപ്പബിൾ. അതുകൊണ്ട് ഓൾവേസ് ട്രൈ ആൻഡ് ബ്രേക്ക് യുവർ കംഫർട്ട് സോൺ ടു റിയലൈസ് വാട്ട് യു ആർ. ഐ ഹോപ്പ് ആ ചെറിയ സമയത്തിനുള്ളിൽ പറഞ്ഞു തരാൻ പറ്റുന്ന, 15 to 20 minutes പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്താലുള്ള ഗുണം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി അത് നിങ്ങൾ ട്രൈ ചെയ്യണം എന്നേ എനിക്ക് പറയാനുള്ളൂ. ആൻഡ് ഐ എം വെരി ഹാപ്പി ദാറ്റ് ഐ ഹവ് ബീൻ കോൾഡ് ഇൻ ദ മോർണിംഗ് ടു ഗിവ് എ സ്മോൾ, എന്താ പറയാ, ഒരു ചെറിയൊരു നിങ്ങളുമായിട്ടൊക്കെ നിൽക്കാനുള്ള ഒരു സ്പേസ് തന്നാലും ഐ എം താങ്ക്ഫുൾ ടു ദ ഗ്രൂപ്പ്. I hope the floor can be taken by you. താങ്ക് യു മാം. ഇനി നമ്മുടെ ഫീഡ്ബാക്ക് സെഷനാണ്. ഫീഡ്ബാക്ക് പറയാനായിട്ട് എല്ലാവരെയും ക്ഷണിക്കുന്നു. ഹലോ, മാജിക് മോർണിംഗ് മാം. നല്ലൊരു സെഷൻ ആയിരുന്നു. കംഫർട്ട് സോണിന്റെ നമ്മൾ പുറത്തു വരാനും നമ്മളിൽ വളർച്ച ഉണ്ടാകാനും, അതുപോലെ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കാനും, അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ പുറത്തെടുക്കാനും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കംഫർട്ട് സോണിൽ പുറത്ത് വരേണ്ട ആവശ്യമുണ്ട്. അത് വളരെ മനോഹരമായ രീതിയിലാണെന്ന് മാം ഒരുപാട് നല്ല എക്സാമ്പിളും, പ്രത്യേകിച്ച് നമസ്തേ പറയുന്ന കാര്യം, അത് വേറെ ഒരു ഇതിൽ കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും സേഫ് ആയിരിക്കാനാണ് അധികം ആൾക്കാർ ആഗ്രഹിക്കുക. പക്ഷെ അതിൽ പുറത്ത് കടന്നാലേ നമ്മളെ ഉള്ളിലുള്ള കാര്യങ്ങൾ, പുറത്തേക്ക് കഴിവുകൾ നമുക്ക് എടുക്കാനും പറ്റുള്ളൂ. നമ്മൾ പുതിയ ലോകത്തിലേക്ക് എത്താനും വളർച്ച ഉണ്ടാകാനും പലതരത്തിലുള്ള നമുക്ക് സൗഭാഗ്യങ്ങൾ വരാൻ സാധിക്കുന്നുള്ളതാണ്. അപ്പൊ അതുപോലെ ആ ചെടീന്റെ കാര്യം, വിത്തിന്റെ കാര്യമൊക്കെ വിത്തായിട്ട് തന്നെ ഇരിക്കുകയാണെങ്കിൽ ഒന്നും സംഭവിക്കില്ല. അതുപോലെ തന്നെ മാമിന്റെ സ്വന്തം കാര്യവും മകന്റെ കാര്യവും ഒക്കെ പറഞ്ഞ് നമ്മൾ എങ്ങനെ സ്പേസ് സോണിന് പുറത്ത് വന്നാൽ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവുന്ന വളരെ ഭംഗിയായിട്ടാണ് ഇന്ന് ക്ലാസ് എടുത്തത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്.
ഹലോ മുസ്തഫ സർ. മാജിക് മോർണിംഗ്. മറ്റേ ഇന്നത്തെ ടോപ്പിക് നല്ല ടോപ്പിക്കാണ്. കാരണം കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വന്നാലാണ് നമ്മുടെ ജീവിതം എന്തെന്ന് അറിയുള്ളൂ. കാരണം എല്ലാവരും സേഫായിട്ട് ഇരിക്കുകയാണ് ആഗ്രഹിക്കുന്നത്. അതിനെപ്പറ്റി ടോപ്പിക്കായിരുന്നു മാം പറഞ്ഞത്. നല്ല ഉദാഹരണമൊക്കെ ആയിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. ഇതുബാല മാജിക് മോർണിംഗ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു മാഡം. കംഫർട്ട് സോൺ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും കംഫർട്ട് സോണിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കൂടുതലായിട്ട് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ എനിക്ക് അങ്ങനെ ഇല്ല. അപ്പൊ മാഡത്തിന്റെ ഇന്നത്തെ ക്ലാസ്സിൽ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലായി. ആരം പറഞ്ഞ ഉദാഹരണങ്ങളെല്ലാം നല്ല രീതിയിൽ അത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് പറഞ്ഞു തന്നത്. അപ്പോൾ അത് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്താൽ മാത്രമേ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും ചെയ്യാനും പറ്റും എന്നുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ മാഡം പറഞ്ഞു തന്നത് മനസ്സിലായി. മാഡത്തിന്റെ കാര്യം, മാഡത്തിന്റെ മോന്റെ കാര്യം, പല കാര്യങ്ങളിലൂടെയും പറഞ്ഞതിലൂടെ മനസ്സിലായി. നല്ലൊരു ക്ലാസ് ആയിരുന്നു മാഡം. താങ്ക് യു. താങ്ക് യു. ബീന മാം. ഗുഡ് മോർണിംഗ് മാം. നല്ല ക്ലാസ് ആയിരുന്നു. അതിൽ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും ലൈഫിൽ തന്നെ അച്ചീവ്മെൻ്റ് ഉണ്ടാവണമെങ്കിൽ ആ ഒരു സോൺ പാസ് ചെയ്യണമെന്ന് അറിയാം. അപ്പം ഒരു നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ്സും കൂടി തന്നതിന് ഒരുപാട് താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു ബീന മാം. നിഷാബ് സർ. ഹലോ, പറഞ്ഞോളൂ ദിവ്യ. ഗുഡ് മോർണിംഗ് മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. എങ്ങനെയാണ് നമ്മൾക്ക് കംഫർട്ട് സോൺ വിട്ടുകൊണ്ട് ഗ്രോത്ത് സോണിലേക്ക് പോകേണ്ടതെന്നുള്ള ഓരോ സ്റ്റെപ്സും വളരെ നന്നായിട്ട് പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച്. നമ്മളുടെ ജീവിതത്തിൽ ഇത് ഇംപ്ലിമെന്റ് ആക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് മനസ്സിലായി. ഈ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായി. താങ്ക് യു സോ മച്ച്. താങ്ക് യു ദിവ്യ. ഷീജ മാം. മാജിക് മോർണിംഗ് മാം. പറഞ്ഞോളൂ. നല്ലൊരു പ്രചോദനാത്മകമായ ഒരു സെക്ഷൻ ആയിരുന്നു. നല്ലൊരു മോട്ടിവേഷന്. അതുപോലെ തന്നെ നമ്മളൊക്കെ എപ്പോഴും ഈ പല കാര്യങ്ങളിലും കംഫർട്ട് സോണിൽ തന്നെയാണ്. അത് എങ്ങനെയൊക്കെ മറികടക്കണമെന്നും അത് മാമിന്റെ അതിന്റെ ആ ഒരു എക്സാമ്പിളുകളിലൂടെ പറയുമ്പോഴത്തേക്ക് ശരിക്കും അത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഒരു യഥാർത്ഥ വളർച്ച തുടങ്ങുന്നത് തന്നെ ഈ കംഫർട്ട് സോൺ മാറ്റിയാലേ സാധിക്കുന്നു എന്നുള്ളത് ഈ ഒരു ക്ലാസ്സിലൂടെ മനസ്സിലാക്കാൻ പറ്റി. നല്ലൊരു മോട്ടിവേഷൻ ആയിട്ടുള്ള, നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെക്ഷൻ ആയിരുന്നു ഞാൻ. താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച്. കേട്ടായിരുന്നോ ഞാൻ പറഞ്ഞത്? കേട്ടു ശനി. കേട്ടു ശനി. മാം, ഓക്കെ. അതുപോലെ തന്നെ മാം ഇനിയും അത് നമുക്ക് ഞാൻ ക്ലാസ് വീഡിയോ എടുക്കണം. ഓഫ് ചെയ്തത് കുറച്ചും കൂടി അടുത്ത് വെക്കുമ്പോഴേ എനിക്ക് കേൾക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് വീഡിയോ ഓഫ് ചെയ്തത്. ഞാൻ കേൾക്കുന്നുണ്ട് ഇപ്പം. ഓക്കെ. എന്തായിരുന്നാലും ഇനിയും നമുക്ക് മാം ക്ലാസ്സുമായിട്ട് വരണം. നല്ല സെക്ഷൻ ആയിരുന്നു. താങ്ക് യു. താങ്ക് യു. ഷീജ മാം. താങ്ക് യു മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ് ആയിരുന്നു. മാമിന്റെ മകന്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടായാലും ഞാനും എപ്പോഴും ഇങ്ങനെ ഒരു കംഫർട്ട് സോണിൽ ഇരിക്കുന്ന ആളായിരുന്നു. കേൾക്കുമ്പോൾ നല്ല ഈസിയാണ്, പക്ഷെ നമ്മൾ കാര്യത്തോട് അടുക്കുമ്പോൾ നമ്മൾക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇപ്പൊ മാക്സിമം ഇതുപോലുള്ള ഒരുപാട് വേറെ ക്ലാസ്സുകൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ മാമിന്റെ ക്ലാസ് കിട്ടുമ്പോൾ കുറച്ചും കൂടി ഉണ്ട്, മാറുന്നുണ്ട് കുറേശ്ശെ ആയിട്ട്. നല്ല ഭയങ്കര ഒരു മോട്ടിവേഷൻ തന്നെയായിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു ഷില മാം. ഷില മാം. ഹലോ, ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് ഓൾ. കേൾക്കാമോ ഷൈമിന മാം? കേൾക്കാം മാം. കേൾക്കാം. ഓക്കെ. ഇപ്പം മാമിന്റെ ക്ലാസ്സിൽ നിന്നും സ്വന്തം ജീവിതത്തിലെ മോന്റെ അനുഭവങ്ങൾ വെച്ച് നമുക്ക് ആ ക്ലാസ് കേട്ടപ്പോഴത്തേക്കും വളരെ അഭിമാനവും അതുപോലെ തന്നെ
ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ അവരവന് വിജയിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാം ഇരിക്കുന്ന ആ കംഫർട്ട് സോണിൽ നിന്നും മാറിയാൽ മാത്രമേ വിജയം ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് മാം നമുക്ക് മനസ്സിലാക്കി തന്നു. തീർച്ചയായിട്ടും കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് പുറത്തു വന്ന് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കും മാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ശ്രീ. ഉണ്ണികൃഷ്ണൻ സർ. നമസ്കാരം മാം, നല്ലൊരു ക്ലാസ് തന്നെയായിരുന്നു. കംഫർട്ട് സോണിനെ കുറിച്ച് ഡീറ്റെയിൽസ് ആയി പറഞ്ഞു തന്നതിന് വളരെയധികം നന്ദി. താങ്ക് യു സർ. വിൻസെന്റ് സർ. വിൻസെന്റ് സർ. നമുക്ക് പറയാൻ പറ്റില്ല. നല്ല ക്ലാസ്സാണ്. പറയാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ്. ഓക്കെ സർ. ഓക്കെ. അപ്പം എല്ലാവരും പങ്കെടുത്ത എല്ലാവരും ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 6:18 വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ. കംഫർട്ട് സോണിനെ കുറിച്ചായിരുന്നു മാം നമുക്ക് ക്ലാസ് എടുത്തിരുന്നത്. കംഫർട്ട് സോണിൽ നിന്നും ഫിയർ സോണിൽ നിന്നും ലേണിംഗ് സോണിലും ഗ്രോത്ത് സോണിലും നമ്മൾ എത്തണമെന്നും, അതുപോലെ കംഫർട്ട് സോണിൽ നിന്നും പുറത്ത് കടക്കുമ്പോൾ നമ്മൾ പുതിയ കുറെ കാര്യങ്ങൾ പഠിക്കുന്നു, നമുക്ക് പേഴ്സണലായിട്ട് ഗ്രോത്ത് ഉണ്ടാകുന്നു, നമ്മുടെ ഉള്ളിൽ ഹിഡനായിട്ട് കിടക്കുന്ന കുറെ കഴിവുകൾ നമുക്ക് പുറത്തു വരുന്നു, നമ്മുടെ ഫിയർ ഇല്ലാതെയാകുന്നു. നമുക്ക് ലൈഫിൽ ഒരു കാര്യം അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ റിസ്ക് എടുക്കുമ്പോൾ മാത്രമേ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുകയുള്ളൂ, അതായത് നമുക്ക് സക്സസ് ആകാൻ കഴിയുകയുള്ളൂ. കംഫർട്ട് സോണിനെ കുറിച്ച് നല്ലൊരു സെഷൻ നമുക്ക് നൽകിയ സ്വീറ്റി മാമിന് നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഇന്ന് പങ്കെടുത്ത എല്ലാ അംഗങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു സ്വീറ്റി മാം. താങ്ക് യു ഓൾ. താങ്ക് യു.